നമ്മുടെ റിസപ്ഷന്റെ പാർട്ട് 2 ആണ് കേട്ടോ അത്. കല്യാണി അച്ഛനും അമ്മയൊക്കെ പോയി, അവരെ യാത്രയൊക്കെ ഞങ്ങൾ നേരെ ഇതാ തിരിച്ച് കയറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല സുന്ദരിമണികളായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ കാണിച്ചു തരുന്ന തിരക്കിലാണ് കേട്ടോ. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ കമ്പനികൾ ഈ കുട്ടിപ്പട്ടാളംസ് ആയിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മളെ ടീമിലേക്ക് ഞാൻ ചെക്ക് ചെയ്തത്. നമ്മളെ ടീമൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് ക്യാമറ ഓൺ ആക്കണേന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ എനിക്കാണെങ്കിൽ ക്യാൻഡിഡ് എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. 8:30-9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഡാൻസ് പ്രോഗ്രാം വരുന്നത് കേട്ടോ. ഞാൻ ഇന്ന് റിസപ്ഷന് പോയപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്റെ വീഡിയോ കാണലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വന്നിട്ട് ഞാനാണ് കേട്ടോ ഇൻസ്റ്റയിൽ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ഇതൊക്കെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നമ്മളെല്ലാവരും എന്താ പ്ലേറ്റും പിടിച്ച് ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ ലൈവായിട്ട് വെള്ളയപ്പം ചുട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൂത്തമ്മ, ഇതാണ് ഇളയമ്മ. അമ്മായിക്ക് ഒരു വെള്ളയപ്പം കിട്ടിയ സന്തോഷമാണ് ഇട്ടത്. വെറുതെ അല്ലത്, മൂപ്പര് ഓരോ ചട്ടിന്നും വെള്ളയപ്പം എടുക്കുമ്പോൾ അത് എനിക്കാണെന്ന് പ്രതീക്ഷിച്ച് കുറച്ച് നേരം നല്ല അമ്മായിയുടെ നിന്ന്. അങ്ങനെ ഞാനും വെള്ളയപ്പവും ചിക്കൻ കറിയും കൂട്ടി പിടിപിടിച്ചു. തുമ്പമ്മയ്ക്കും കൊടുത്തു കേട്ടോ. ആലൂട്ടനെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അവൻ കട്ടേന്റെ കൂടെ. അങ്ങനെ ഞാൻ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിമാമനും സലീച്ചിയും വന്നത്. ഇപ്പഴത്തെ ബൈജുമാമനും സജിയേച്ചിയും ഉണ്ട്. അങ്ങനെ എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞാലും അറിയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. കല്യാണരാമൻ ഇന്നസെന്റ് പറയുന്നൊരു ഡയലോഗിലെ ഒന്നില്ല നിന്റെ അമ്മേന്റെ വീടിനടുത്തല്ലടാ എൻ്റെ വീട്, എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെയെന്ന്. ഇതുപോലെ എനിക്ക് വൈശാട്ടിനോടും പറയാൻ പറ്റും. ബിക്കോസ് വൈശാട്ടിന് അമ്മേന്റെ വീടിനടുത്തായിരുന്നു എൻ്റെ വീട് കേട്ടോ. ബൈ ദ ബൈ അങ്ങനെയാണല്ലോ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നൊരു പകുതി മുക്കാൽ ആൾക്കാരും ഞങ്ങളെ നാട്ടുകാർ തന്നെ ആയതുകൊണ്ട് എൻ്റെ വായിക്ക് ഒരു റെസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പാട്ട് കേട്ടപ്പോൾ തുമ്പമ്മ തുള്ളാൻ തുടങ്ങി. കുട്ടി വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നാടിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരുപാട് കലാകാരന്മാരുള്ള നാടാന്ന് മനസ്സിലായി. കാരണം കുറേ പേര് പാട്ടുകാരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അങ്ങനെ നല്ലൊരു യൂണിറ്റി ഉള്ള ഒരു നാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ സെറ്റ് ഡാൻസ് തുടങ്ങിയിട്ടോ. ഫസ്റ്റ് ഇവരുടെ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവർക്ക് വേറെ ആരും പഠിപ്പിച്ചു കൊടുത്തല്ല കേട്ടോ. അതിന് സെൻറ്ററിൽ നിൽക്കുന്ന മണിക്കുട്ടിയില്ലേ, അത് അവർ തന്നെയാണ് എല്ലാം പഠിച്ചതും കൊറിയോഗ്രാഫി ചെയ്തതും എല്ലാം കേട്ടോ. അപ്പോൾ പിള്ളേർ സെറ്റിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് തന്നെ കൊടുക്കണം. അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരോട്ടിട്ട് വലിയ ആൾക്കാർ വരെയുണ്ടായിരുന്നു കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇവരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, ദൈവമേ അടുത്ത് ഞങ്ങൾ കളിക്കണമല്ലോ എന്ന്. കാരണം സംഭവം സ്റ്റെപ്പൊന്നും ഓർമ്മയില്ല കേട്ടോ. ചില സമയം പാട്ട് ഏതാന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഇട്ടപ്പോൾ ആരൊക്കെയോ എനിക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ, ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഇടണേന്ന്. ഓഫ് കോഴ്സ് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അശ്വിനീനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അമ്മേനെ അപ്പൂനെ ആര്യനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇന്ന് റീനമ്മയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അമ്പലത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് റെഡി ആയിട്ടൊക്കെ വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അശ്വിനീനെ കൂട്ടാൻ കട്ടയും അല്ലൂട്ടനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാണ് അല്ലുവിനെ വീഡിയോയിലൊന്നും കാണാത്തത്. ഇവിടെ കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നു അല്ലേ. കുറേ പേര് കട്ട ആരാ കല്യാണി ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കട്ട വൈശാട്ടിൻ്റെ അനിയനാണ് കേട്ടോ. അപ്പു എൻ്റെ അനിയനാണ്. പിന്നെ കട്ടയുടെ വൈഫാണ് കല്യാണി, അപ്പൂൻ്റെ വൈഫാണ് ആര്യ. അപ്പോൾ ഡൗട്ടുള്ളടുത്തൊക്കെ ഡൗട്ട് തീരട്ടെ വെച്ചിട്ടാണ് നമ്മുടെ പറഞ്ഞത്. ഫംഗ്ഷൻ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ഇത്രയ്ക്കും അടിപൊളിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങളുടെ ഡാൻസിൻ്റെ വീഡിയോസ് വരാനുണ്ട്. അതുപോലെ തന്നെ ഒരു DJ നൈറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടേണ്ട ലെവലിലുള്ള ഡാൻസുകൾ അതിലുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്ക് അതിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.